റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി പ്രവാസ ലോകവും. ഭാരതത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെയാണ് ഗൾഫ് രാജ്യങ്ങളിലും ആഘോഷിച്ചത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിലും കോൺസുലേറ്റിലും നടന്ന ആഘോഷങ്ങളിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ എംബസികളിലും കോൺസുലേറ്റുകളിലും രാവിലെ മുതൽ തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം പ്രവാസികൾക്കായി വായിച്ചു. Happy to be with all of you on the 77th Republic Day. My warm greetings to each and every one of you present today and to the wider Indian community here in UAE. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ രാവിലെ 7 മണിക്ക് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസൽ ജനറൽ വായിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക വാണിജ്യരംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം കോൺസുലേറ്റിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തു. ദേശഭക്തി ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. Let me take this opportunity to wish every Indian living in India and across the world, and especially in UAE, a very happy 77th Republic Day. It's a great moment of great honor and pride for us to celebrate it this year, being the 150th anniversary of Vande Mataram, our national song. As we could see today, in each and every cultural performance, the spirit of Vande Mataram was reflected, and it gave goosebumps and made everybody extremely emotional. And this is a song which can galvanize the Indian diaspora even after 150 years. ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ എംബസി ചാർജ് ദി അഫയേഴ്സ് താവിഷി ബഹാൽപാണ്ഡെ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. റിപ്പബ്ലിക് ദിനം സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രവാസി ഭാരത സമ്മാൻ ജേതാക്കൾ, എംബസി ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി 500ഓളം പ്രവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തി. ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ആഘോഷങ്ങൾ അരങ്ങേറി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദുബായിൽ സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ച് UAEയിലെ പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ FY ഈവൻസ് CSR ആക്ടിവിറ്റിയുടെ ഭാഗമായാണ് ക്യാമ്പ് ഒരുക്കിയത്. 20 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇൻക്ലൂഡിങ് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനൊരു ജെനുവിൻ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ഡ്രൈവ് നമ്മൾ ചെയ്യുന്നു.
വർഷത്തിൽ 3 പ്രാവശ്യമാണ് നമ്മൾ മെഗാ ബ്ലഡ് ഡൊണേഷനായിട്ട് ചെയ്യുന്നത്. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അതുപോലെ തന്നെ നാഷണൽ ഡേ, UAE നാഷണൽ ഡേക്ക് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം നമ്മൾ 300-350 ആൾ ഇവിടെ മാക്സിമം എത്രത്തോളം കപ്പാസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും അത്രത്തോളം കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ജനങ്ങളുടെ എല്ലായിടത്തും സഹകരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഈ 20-ാം വർഷം പ്രമാണിച്ച് ഒരു പ്രത്യേകിച്ച് 3-4 കമ്മ്യൂണിറ്റികൾ തന്നെ ഇതിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം കോൺസുലേറ്റ് ജനറലിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. ദുബായ് അൽജദഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രക്തദാനം നിർവഹിച്ചു. കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. FOയും ഇന്ത്യൻ കോൺസുലേറ്റും സഹകരിച്ച് നടത്തുന്ന ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ഒരു ഭാരതീയ എന്ന നിലയിൽ നമുക്ക് വളരെ അഭിമാനകരമായൊരു നിമിഷമാണ്. കാരണം ഇത് 20 വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. നമ്മുടെ ഇന്ത്യക്കും UAEക്കും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണല്ലോ ഇത്. തുടർച്ചയായി 20ാമത് വർഷമാണ് FOI ഇവൻറ്റ്സ് രക്തദാന ക്യാമ്പ് ഒരുക്കുന്നത്. നമസ്തേ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.